ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ട്രിപ്പ് പോവാണ്. അതായത് ട്രിപ്പല്ല, നമ്മൾ കുറച്ച് നമ്മുടെ KSRTC എടുത്തിട്ട് നമ്മൾ ചെറിയൊരു ജോബ് നമ്മൾ എടുത്തിട്ടുണ്ട്. എനിക്ക് നമ്മൾ വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്പുറത്തോട്ട് മാറ്റിയിട്ടെ. ബാക്കിലൊരു ബസ് കുറേ നേരം നിൽക്കുന്നു. ഞാൻ വീഡിയോ എടുക്കുന്ന തിരക്കില്ലാന്ന് വണ്ടിക്ക് മനസ്സിലായി കാണത്തില്ല. കുറേ നേരം കിടന്ന് ഓടിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് ഗേസ് അങ്ങനെ പോകാൻ പറ്റുന്നില്ല. അത് കുഴപ്പമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് പോകാം. ഓക്കെ ഗേസ്, അപ്പോൾ സമയങ്ങളെ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. അപ്പോൾ ഗേസ്, നമ്മൾ ഇവിടുന്ന് പതിയെ വണ്ടി എടുക്കാൻ പോകാം. പതിയെ എടുത്ത് ഓക്കെ, നമുക്ക് ഇനി അതെ ഇവിടെ പാസഞ്ചർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെട്ട് കുറച്ച് വന്നേ ഉള്ളൂ. അപ്പോഴത്തേക്കും നമുക്ക് അപ്പോൾ ഇതാണ് കേട്ടോ വണ്ടിയുടെ ഒരു വ്യൂ എന്നൊക്കെ പറഞ്ഞ് ഡോറൊന്ന് തുറന്നു കൊടുക്കാം. ഇതൊക്കെയാണ് കേട്ടോ ആൾക്കാർ വണ്ടികൾ കയറുന്നത്. ഈ ഒരു ബെസ്റ്റ് ഗെയിമാണ്. ഈ ഗെയിമിൻ്റെ പേര് നമ്മൾ ലാസ്റ്റ് പറയാം. നമ്മൾ ലാസ്റ്റ് ഈ ഗെയിമിൻ്റെ പേര് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് വീക്കാണ്, നിങ്ങൾ ലാസ്റ്റ് നിങ്ങൾ ചെല്ലല്ലേ ഗൈസ്. എന്നാൽ നമുക്ക് എങ്ങനെ ഗൈസ് നമുക്ക് വീഡിയോയ്ക്ക് ഇതൊക്കെ കൂടുന്നത്. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഈ വീഡിയോ ഫുൾ കണ്ടിട്ടേ നമ്മൾ കാര്യമുള്ളൂ. അതായത് കുഞ്ഞൊരു വീഡിയോ ആണ്, അതായത് നമ്മൾ വലിയ ലോങ് ഒന്നും ആക്കുന്നില്ല. യെസ്, സമയങ്ങളെ നമുക്ക് പോവാം. കത്തിച്ച് വിടുവാണ്, നമുക്ക് റോങ്ങൊക്കെ കയറാം. KSRTC ആയതുകൊണ്ട് ഒരു കുഴപ്പമില്ല, കത്തിച്ച് വിടുക കേട്ടോ. പൊന്നട പോയി പിന്നെ ഈ KSRTC ആയതുകൊണ്ടേ വലിയ ബ്രേക്കിംഗ് ഒന്നുമില്ല. പിന്നെ ഗൈസ് ഗായ്സ് എൻ്റെ പൊന്നടോ, എനിക്കിനകത്ത് ഇഷ്ടപ്പെടാത്ത ഈ കാര്യമാണ്. ഓക്കെ, നമുക്ക് ശ്രദ്ധിക്കണ്ട. ഓക്കെ, നമുക്കിനി നേരെ ഇങ്ങോട്ട് വിടാം. KSRTC ആയതുകൊണ്ട് ബ്രേക്കിനൊക്കെ ഇച്ചിരി കുറവുണ്ട്. ഹോൺ കാണണോ? റിയലിസ്റ്റിക് ഹോണാണ്. റിയലിസ്റ്റിക് എന്ന് പറഞ്ഞില്ല, അപ്പോഴേ വന്നിട്ട് പാസഞ്ചറൊക്കെ ദേ നിൽക്കുന്നു. നമ്മൾ ഡോർ അടച്ചില്ല, കുഴപ്പമില്ല. റോഡ് നോക്കാം. അതുകൊണ്ട് അപ്പുറത്ത് വണ്ടികളിൽ കയറുന്നുണ്ട് ആൾക്കാർ. അത് കയറി നമുക്ക് ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ ഇങ്ങനെ പോകാം. അതായത് KSRTC ശരിക്കും ഓടിക്കുന്നൊരു വൈബ് എനിക്ക് കിട്ടുന്നുണ്ട്. ഇത് ഹോണും എനിക്കിഷ്ടം കേട്ടോ. പിന്നെ ഈ ഒരു കേരള വൈബും എനിക്കിഷ്ടപ്പെട്ടു. കണ്ടോ കറക്റ്റ് ആവണമാണ്. അതായത് KSRTCയുടെ ആ വൈബ് നമുക്ക് ഈ വണ്ടി ഇന്ന് കിട്ടുന്നുണ്ട്. നമ്മൾ അപ്പുറത്തെ സൈഡിൽ ഇരിക്കുന്നൊരു വ്യൂ ഉണ്ട്, അതൊക്കെ നമുക്ക് കറക്റ്റ് പോകുന്നു. പക്ഷേ പിന്നെ ഡീസലൊക്കെ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്, ഓടിക്കില്ല. ഇവിടുന്നേ ബ്രേക്ക് ഓടിക്കണം. നിങ്ങൾ കയറി ഇവിടെ വന്ന് ഒറ്റ അയ്യൻ്റെ മോൻ അപ്പുറത്ത് നോക്കാം. തോന്നുന്ന ആൾക്കാർ കയറുന്നുണ്ട് ഗൈസ്. നമുക്കിനി ഇവിടെ ഇവിടുന്ന് കുറച്ചുകൂടെ പോകാനുണ്ട്. നമ്മളിങ്ങനെ കുറച്ചുകൂടെ പോകണം, കുറച്ചധികം പോകാനുണ്ട്. നമുക്ക് കത്തിച്ച് വിടണം. ആക്സിലേറ്റർ ഫുള്ള് ചിലപ്പോൾ മിക്കവാറും സെക്കൻഡ് പാർട്ട് വേണ്ട വരും. അതായത് നല്ല ദൂരമുണ്ട്. എൻ്റെ പൊന്നട പോയി അങ്ങോട്ടാണ്. ഈ വണ്ടി ഡ്രിഫ്റ്റ് ആകണ്ടോ? യെസ്, നമുക്ക് കൂടുതൽ ഇതാക്കണ്ട. സോറി, അതായത് എനിക്ക് ഇച്ചിരി ആടിൻ്റെ കുറച്ച് പ്രശ്നമുണ്ട്, അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. അപ്പോൾ അവിടെ തിരിച്ചപ്പോൾ എല്ലാവരും കണ്ട കാറും എന്തൊക്കെ പിറുപിറുക്കുന്നുണ്ട് ഈ വണ്ടിക്കകത്തിരുന്ന്. എനിക്കൊന്നും അറിഞ്ഞോളാം. അത് എനിക്കിങ്ങനെ കത്തിച്ച് വിട്ടുള്ള ഇതേ ഉള്ളൂ. നമ്മൾ ആദ്യമായിട്ടല്ല ഇതിങ്ങനെ ഓടിക്കുന്നു, പക്ഷെ നമ്മൾ ആദ്യമായിട്ടാണ് പാസഞ്ചറെ വെച്ച് കത്തിച്ച് വിടുന്നത്. അതായത് ഗൈസ്, ആ തിരിച്ചപ്പോൾ ആ വൈബ് കിട്ടിയിട്ട്. ഓക്കെ, കയറുന്നില്ലേ? കയറുന്നുണ്ട്. അപ്പുറത്തെ ഗൈസ് ആൾക്കാർ കയറുന്നുണ്ട്. അപ്പുറത്തെ കണ്ണാടി ഒന്ന് നോക്ക്. ഇനി നമുക്ക് കത്തിച്ചൊരു വെള്ളം കൂടെ. എൻ്റെ പൊന്നോടെ മോനൊന്ന് പതിയെ പോകണം. മോൻ്റെ ഒരു സ്പീഡിനോട്ടോ. നീ ഒന്ന് പതിയെ പോകണം. നിനക്ക് എന്താ വെളുവും ബോധ്യമൊന്നും ഇല്ലേ? അല്ല, അത് പിന്നെ അപ്പോൾ നമ്മൾ പണ്ട് മുതൽ അങ്ങനെയൊക്കെ ഓടിച്ചുള്ളൊരു ശീലം കൊണ്ടാണ്. ഓൻ്റെ പണ്ട് മുതലുള്ള ശീലം.
ഓൻ്റെ ശീലം ഞാൻ ഒന്ന് ഇടിച്ച് പോഞ്ചണം. നീ പതിയെ പൊക്കണം. ആ പതിയെ പോയില്ലേ ഞാൻ ഈ വണ്ടി ഇറങ്ങിപ്പോവും. പോലീസ് കൊണ്ട് കേസ് കൊടുക്കുന്നു. കേസ് ഒരു അപ്പൂപ്പൻ കേട്ടിരിക്കുന്നു. നമുക്ക് കുറച്ച് പതിയൊക്കെ പോവാം. പക്ഷെ എനിക്ക് ഞാൻ സ്പീഡിന് ഓടിച്ചില്ലെങ്കിൽ എനിക്കൊരിത് കിട്ടത്തില്ല. ഒരിത് കിട്ടത്തില്ല. എനിക്ക് സ്പീഡിന് ഓടിച്ചാൽ പറ്റുമോ? അതായത് ഒന്നാം KSRTC ആണ്. ഈ KSRTC ഒക്കെ സ്പീഡിന് ഓടിക്കാൻ എനിക്ക് ഇഷ്ടം. എൻ്റെ പ്രൈവറ്റ് ബസ് കിടപ്പുണ്ടോണം, അത് ഞാൻ എടുക്കാത്തതാണ്. ഇത് പിന്നെ പ്രൈവറ്റ് ബസ്സല്ലേ. ഇവിടെ 2 പേര് KSRTCയിലൊക്കെ വരും. ഇന്നലെ അറിഞ്ഞൂടാ കയറുന്നു. ഓക്കെ, ഇങ്ങനത്തെ ഇതൊക്കെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യുന്നുണ്ട് നിങ്ങൾ പറ കേട്ടോ. നിങ്ങൾക്ക് ഇതെങ്ങനെ എൻ്റെ വീഡിയോസ് മടുപ്പാണെങ്കിൽ നിങ്ങൾ പറയാം. വൈപ്പറൊക്കെ ഇട്ട് കാണിച്ചില്ല കേട്ടോ, കുറച്ച് വൈപ്പർ. ഇത് മഴയൊന്നും ഇല്ല, നമ്മൾ എന്നാലും ചുമ്മാ അങ്ങ് ഇവർക്ക് വേണമെങ്കിൽ ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് പോകാം കേട്ടോ. കുറച്ച് മാന്യതയൊക്കെ പാലിക്കുക, അതായിരിക്കും നല്ലത്. പുറമേ നിന്ന വണ്ടിക്കൊന്നും അറിയത്തില്ല. അയ്യോടെ മോനെ എടാ, ബാക്കിലൊക്കെ ആരാണ്ട് പെരുവിറുക്കുന്നുണ്ട്. കേസ് പെരുവിറുക്കുന്ന അത്രയ്ക്ക് നല്ലതല്ല. ഓ നിനക്കൊന്നും വെള്ളവും പോതില്ലോ, പോതിപ്പോടാ. എൻ്റെ സ്പീഡുണ്ട്, ഞാൻ മിക്കറിയ കൊണ്ടിന്ന് ഇറങ്ങിപ്പോ. ആരെങ്കിലും പറഞ്ഞ് മനസ്സിലായിരിക്കും. എടാ നീ ഒന്ന് പതിയാ പോടാ. നീ എന്തുവാണ് ഇത്ര പറപ്പിച്ച് വിടുന്നേ? സോറി അപ്പൂപ്പ, നമ്മളിനി പതിയെ ഓടിക്കത്തുള്ളൂ, അത്രേ ഉള്ളൂ. യെസ്, എനിക്ക് പതിയെ ഓടിച്ചുള്ളതിൽ ഇതും കിട്ടത്തില്ലല്ലോ. അപ്പൂപ്പനാണ് വണ്ടി കൊണ്ട് കയറുകയും ചെയ്തു. കേസ് അപ്പൂപ്പൻ അറിയിപ്പോയി. ഇനിയിപ്പോൾ കത്തിച്ച് വിടാം. അപ്പുറത്തൊക്കെ കുറേ പേര് നിൽക്കുന്നു, കുഴപ്പമില്ല. ഇതേ ഒരു ഒമ്മന് വന്നു. കേസ് അങ്ങനെ ഇറങ്ങിപ്പോയി. ഇനിയിപ്പോൾ പേടിക്കില്ല, ഇനി നമുക്ക് കത്തിച്ച് വിടാം. പക്ഷെ എന്നാലും നമ്മൾ കുറച്ച് മാനം ഓടിക്കുന്നുണ്ട്. ഇവരൊക്കെ പിറുപിറുത്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് വണ്ടി പോലെ ഓടിക്കാൻ പറ്റത്തില്ല, അത്രയ്ക്കുള്ള ഇത് വരും. പൊന്നടാ പോയി. അയ്യോ എടാ, അതിൻ്റെയൊക്കെ പിറുപിറുക്കുന്നടാ. യെസ്, എനിക്ക് ഈ പാസഞ്ചറുള്ള കാര്യം ഞാനങ്ങ് വിട്ടു പോവുക ഉണ്ടോ. അതാ ഞാൻ ഇങ്ങനൊക്കെ അവനൊക്കെ ഉണ്ടെങ്കിൽ കേൾക്കായിരുന്നു. പൊന്നട പോയി നോക്കി. എനിക്ക് ഈ ഒരു ഫീല് കിട്ടുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഈ ഫീല് കിട്ടുന്നുണ്ട് പറ. പിന്നെ ഈ ഗെയിമിൻ്റെ നമ്മൾ ലാസ്റ്റ് പറയുന്നതാണ്. പിന്നെ നമ്മൾ സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ നിങ്ങൾ ഒരു 10 ലൈക്ക് എനിക്ക് കാരണം. 10 ലൈക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളിൻ്റെ സെക്കൻഡ് പാർട്ട് എന്തായാലും ചെയ്യുന്നതാണ്, അത് നിങ്ങൾക്ക് ഉറപ്പാണ്. കേസ് നമുക്ക് കുറച്ച് ചായ അടിച്ചല്ലേ, നമുക്ക് പാസഞ്ചറോന്നൊക്കെ പറയാം. നമുക്ക് അവിടെ വെച്ച് നിർത്താം. എന്നിട്ട് ഇതൊരു ബസ് സ്റ്റാൻഡ്. ഓ കേസ് എത്തി, സ്ഥലം എത്തി. ഇനിയിപ്പോൾ എൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, സ്റ്റാൻഡ് എത്തി. ഇനി വണ്ടി ഇവിടെ പതിയെ ഇങ്ങോട്ട് പാർക്ക് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് എൻ്റെ ഒരു വിചാരം. അപ്പോൾ ഗൈസ്, ഈ ഒരു ഗെയിമിൻ്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ് സിമുലേറ്റർ കേരള എന്നാണ് ഈ ഗെയിമിൻ്റെ പേര്. അതായത് നമ്മുടെ ആൻഡ്രോയിഡ് ഡിവൈസിലെല്ലാം ഇതിലും വർക്ക് ചെയ്യുന്നൊരു ഗെയിമാണ്. ഗൈസ് നല്ല രസമാണ്. അതായത് ഇതിനകത്തൊരു KSRTC, ഇതിനകത്ത് ഒരു പ്രൈവറ്റ് ബസ്സും ഒരു KSRTC വരുന്നുണ്ട്. പിന്നെ KSRTC ഒരു സൂപ്പർ ഫാസ്റ്റ് പാസഞ്ചർ, എല്ലാ വണ്ടിയും ഉണ്ട് ഇതിനകത്ത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതിൽ ഓടിക്കാം. പിന്നെ അപ്പുറത്ത് ഇറക്കുന്ന ഇങ്ങനത്തെ ഇതല്ല കേട്ടോ, ഇത് കാർ അങ്ങനെയൊന്നുമല്ല, നമുക്ക് ബസ് ഓൺലി ബസ്സാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു ഗെയിമും ഈ വണ്ടികളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യുക. കണ്ടോ ഇവിടെ തനി കയറാണ്. അവിടെ അപ്പുറത്ത് നമ്മുടെ ഏഷ്യറിൻ്റെ ഒക്കെ ലോറി കിടപ്പുണ്ട് കണ്ടോ. പിന്നെ ഇതൊരു എന്താ കൊച്ചിൻ എന്ന് പറയുന്നത് ഈ വണ്ടി ഞാൻ കണ്ടിട്ടുണ്ട്. കോതമംഗലത്തിൽ ഓടുന്നൊരു വണ്ടിയാണ്. നമ്മുടെ ഒരു KSRTCൻ്റെ BST ഇതൊരു സൂപ്പർ പാസഞ്ചറാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഈ ഒരു ഗെയിമിൻ്റെ ലിങ്ക് വേണ്ട, നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ കയറി ഇങ്ങനെ ടൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ പുതിയൊരു വീഡിയോട്ട് വരാം. ബൈ ബൈ.